الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തുൽ സുമറിലെ 42-ാമത്തെ ആയത്തിന്റെ അർത്ഥവും വിശദീകരണവുമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 31-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഒരുമിച്ച് ഓതുക. സുമറിലെ 32-ാമത്തെ ആയത്ത് മുതൽ 42 വരെ ഒന്ന് ഓതിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഒരുമിച്ച് ഓതുക. بسم الله الرحمن الرحيم. فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين والذي جاء أجرهم بأحسن الذي كانوا يعملون. أليس
വാക്കിന്റെ അർത്ഥങ്ങളും വിശദീകരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, ഈ ആയത്തിന്റെ ഒരു ജവാബുണ്ട് എന്നുള്ളതാണ്. അഥവാ ഈ ആയത്തിലെ ആശയം ഒരു മറുപടിയായിട്ട് എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായി പറയേണ്ടതാണ്. നമ്മൾ കിടന്നതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ആയത്തിന്റെ ജവാബ്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഈ പ്രാർത്ഥന ഈ ആയത്തിന്റെ ജവാബാണ്. അതായത് ഈ ആയത്തിൽ അല്ല പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആശയം പ്രാർത്ഥന പഠിക്കാണ്ട് അത് അടുത്ത വരുന്ന ക്ലാസ്സുകളിലാണ് പഠിക്കുക. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മരണത്തെ കുറിച്ചാണ് യാത്ര പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും ഇവാൻ കിട്ടി മരിക്കണം, അതിനുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നത് പുസ്തകങ്ങളാണ് കാണുന്നത്. പക്ഷെ ഇതൊരു ഈ ആയത്തിലെ ആശയം അതാണ് നമ്മൾ പ്രാർത്ഥന. പ്രാർത്ഥന എന്താ കിടക്കുമ്പോഴാണ് ബിസ്മിക റബ്ബി, എന്റെ റബ്ബിന്റെ നാമം കൊണ്ട് ബിസ്മിക റബ്ബി വദഅതു ജംബി, എന്റെ ഈ ഭാഗം, ജമ്പ് എന്ന് പറഞ്ഞാൽ ഈ വലതു ഭാഗമാണ്. നമ്മൾ വലതു ഭാഗം വെച്ചാൽ കിടക്കേണ്ടി, കമയെന്നോ അല്ലെങ്കിൽ ഇടതായിട്ടോ അല്ലെങ്കിൽ നേരെ മലർന്നോ അല്ല കിടക്കേണ്ടി. നമ്മൾ കിടക്കുമ്പോൾ വലതു ഭാഗം എന്ത് ചെയ്യണം, താഴോട്ട് വെച്ചിട്ട് വലത് കൈക്ക് തലക്ക് വെച്ചിട്ട് വലത് കൈ ഇങ്ങനെ മുടക്കി വെച്ച് വലതു ഭാഗത്തേക്ക് ചിരിഞ്ഞ് കിടന്ന് കാലിങ്ങനെ മടക്കി വെച്ചിട്ട് റസൂൽ കിടന്നതാണ്. റസൂലിന്റെ കിടത്ത് അങ്ങനെ ഒരു അടിമ കിടക്കുന്ന പോലെയാണ്. അപ്പൊ വദഅതു ജംബി എന്ന് പറഞ്ഞാൽ എന്റെ ഈ ഭാഗം ഞാനിതാ വെച്ചിരിക്കുന്നു. ബിസ്മിക റബ്ബി വദഅതു ജംബി. അപ്പൊ എന്റെ ഭാഗം ഞാൻ വെച്ചു എന്ന് പറഞ്ഞാൽ കിടന്നതിന് ശേഷമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒന്നുണ്ടാക്കണം, ഫാത്തിഹ ചൊല്ലണം, കുലിയൽക്കാഫിറിന് ഓതണം, കുലുഹോദനം 3 വട്ടം ഓതണം, കുലദൂറ വിന്യാസം പലക്കും ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമൻ റസൂൽ ഓതണം, സുബ്ഹാനല്ലാഹ് 53, അൽഹംദുലില്ലാഹ് 53, അല്ലാഹു അക്ബർ 34, അങ്ങനെ നമ്മൾ ചൊല്ലണം. അതൊക്കെ നമുക്ക് എല്ലാവരും പറയാം. ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് നിങ്ങളുകളും ദ്വാരകളും അതൊക്കെ കഴിഞ്ഞ് അവസാനം കിടന്നതിന് ശേഷം ബിസ്മിക റബ്ബി വദഅതു ജംബി, എന്റെ ഈ ഭാഗം ഞാൻ വെച്ചിരിക്കുന്നു. വബിക അർഫഉഹു, ഇനി ഇത് ഉയർത്തുന്നത് നീയാണ് പഠിച്ചോനെ. ഞാൻ വെച്ചു കിടന്നു, ഇനി വന്ന് ഞാൻ എഴുന്നേൽക്കണോ എഴുന്നേൽക്കട്ടെ എന്നുള്ളത് തീരുമാനിക്കുന്ന പഠിച്ചോനെ. വബിക അർഫഉഹു, നീയാണ് ഇത് ഉയർത്തുക. ഈ നഫ്സക നഫ്സി ഫർഹംഹാ, ഇനി ഞാൻ ഈ ഉറക്കിൽ ഈ കിടത്തത്തിലുണ്ട്, നീ എന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ നീ അതിനോട് കാരുണ്യം കാണിക്കണം പഠിച്ചോനെ. വൈൻ അർസൽത, അതല്ല ഇനിയും നാളെ നേരെ പുലർന്ന് ആ ആത്മാവിനെ എനിക്ക് വിട്ടു തരികയാണെങ്കിൽ നിന്റെ നല്ല സാലിഹായ അടിമകളെ കൂട്ടത്തിലായി നീ എന്നെ കാക്കോടച്ചോനാണ്. അപ്പൊ ഇത് പറയാൻ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് കാരണമായത് ഈ ആയത്താണ്. അപ്പൊ എല്ലാ തഫ്സീറുകളിലും ഈ ആയത്തിൽ ആ പ്രാർത്ഥന തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ബിസ്മിക റബ്ബി വദഅതു ജംബി. അപ്പൊ ഈ ആയത്ത് എന്താണ് നോക്കി, അല്ലാഹു യതവഫ, ഞാൻ അർത്ഥം കൂടി പറയാം. അല്ലാഹു, ഇത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇതൊരു തവണ ഓതി നോക്കാം. അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇതൊരു തവണ ഓതുമ്പോൾ ഇത് ശരിക്കും ഹൃദയത്തിൽ നമുക്ക് ടച്ച് ചെയ്യാം. അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇതൊരു തവണ ഓതി നോക്കണം. അപ്പോഴാണ് ശരിക്കും ഇതിന്റെ ആ ഖിറാഅത്ത് ശരിക്കും നമ്മളെ സ്വാധീനിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത, സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സത്യം, പക്ഷെ അത് എന്നും നമ്മൾ ജീവിതത്തിൽ നടക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി മരിച്ചു എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. എന്നും രാത്രി മരിക്കുന്നു എന്ന ഒരു സത്യം അല്ല പറയാൻ. അള്ളയാണ് യതവഫൽ അൻഫുസ, ആത്മാവിനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്. ഹീന മൗതിഹ, അതിന്റെ മരണസമയത്ത്. 2 സമയത്താണ് ആത്മാവിനെ അത് പിടിക്കുക, ഒന്ന് ഉറക്കിലും മറ്റൊന്ന് മരണത്തിലും. അപ്പൊ മരിക്കുന്ന സമയത്ത് പൂർണ്ണമായും ആത്മാവിനെ പിടിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. പിന്നെയോ വല്ലത്തിലും തൗസ്, മരിക്കാത്തവയുടെ നിന്നും ആത്മാവിനെ പിടിക്കണ്ടേ? അപ്പൊ ഈ മനാമിഹാവർക്ക് അപ്പൊ മരിക്കുന്ന സമയത്ത് ആത്മാവിനെ പൂർണ്ണമായി പിടിച്ചെടുക്കുന്ന അള്ളാഹുവാണ്. മരിക്കാത്തവരിൽ നിന്ന് ഉറക്കിലും ആത്മാവിനെ പിടിക്കുന്നത് ആരാ? അല്ലാഹുവാണ്. ഇത് എന്താ പറയാ? അപ്പൊ യുംസിക്കുലത്തെ കവാ അലൈഹിൽ മൗത്ത്. അപ്പോ
മരണം ആരിൽ വിധിച്ചോ അവരിൽ നിന്ന് പൂർണ്ണമായി പിടിച്ചു വെക്കും. ഉറങ്ങുമ്പോൾ എല്ലാവരും ആത്മാരെ പിടിക്കുന്നുണ്ട്, ചില ആൾക്കാർ ഉറക്കത്തിൽ മരിക്കും. അപ്പൊ മരണം ആരിൽ വിധിച്ചുവോ അവന്റെ ആത്മാവിനെ കൊടുക്കൂല, അതിനെ അവൻ പിടിച്ചു വെക്കും. പിടിച്ചു വെക്കുന്നതുകൊണ്ടാണ് ഉറങ്ങിൽ മരിക്കുന്നത്. എന്നാൽ മറ്റുള്ളതിനെ അവൻ അയക്കുന്നില്ല, അതിനെ മുസ്ലിം വരെ. അപ്പൊ ഈ ഓഹറയിൽ പെട്ടുവാര് നമ്മള്. അപ്പൊ നമ്മളിന്ന് ഇവിടെ ഇരിക്കണം എന്തുകൊണ്ടാ? ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു ആത്മാവിനെ പിടിക്കുന്നുണ്ട്. കുറെ ആൾക്കാര് ആ ഉറക്കം ഉറങ്ങില്ല, മരിച്ചുപോയി. കാരണം എന്താണ്? ആത്മാവിനെ കൊടുക്കില്ല. നമ്മൾ ജീവിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഓഹറ ആയതുകൊണ്ടാണ്. എന്താണ്? അള്ള പിടിച്ചു വെക്കാത്ത തിരിച്ചു തന്ന ആത്മാവ് നമ്മുടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത്. ഓഹ്റ എന്നുള്ള വാക്കിങ്ങനെ ശരിക്ക് പഠിച്ചോനെ ആ ഓഹ്റയിൽ ഇന്നലെ പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇനി ആ ഓഹ്റയിൽ ഇന്ന് പെട്ടെങ്കിൽ നാളെ നമ്മൾ ഉണ്ടാവുള്ളൂ. അതാണ് ഓഹ്റ. ഓഹ്റ ഇല്ല അജരി മുസമ്മ. പക്ഷെ ആ ഓഹ്റയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വേണം, നമ്മൾ ഒരു അജരി വരെ ഉള്ളൂ. ഈ ഒരു ഇതിങ്ങനെ ഇപ്പൊ 55 വയസ്സായ ഞാൻ 55 കൊല്ലമായിട്ട് നിങ്ങൾ തുടരുകയാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഇതും ഏതുവരെ ഉള്ളൂ? ഒരു അവധി ഉണ്ട്, ആ അവധി വരെ ഈ പ്രക്രിയ തുടരുള്ളൂ. അതിന് മുസമ്മ ഇന്ന ഫിദാലിക്കൽ ആയാത്തിൽ ഖൗമിൻ തഫക്കറുൻ. ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. ആലോചിക്കുന്ന ആളുകൾക്ക്, ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതാണ് ഈ ആയത്തിന്റെ ആശയം. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി ഈ ആയത്ത് നോക്കി നോക്കുക. എല്ലാവരും ഓതിക്കോളും. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم ഈ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഈ മരണം എന്ന സത്യത്തെക്കുറിച്ച്, എന്താണ് മരണം എന്നത് ഖുർആനിൽ ഒരുപാട് ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ ആയത്ത് നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ ക്ലാസ്സുകളായി. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഈ മരണം എന്ന പ്രതിഭാസം, അതായത് എങ്ങനെയാണ് ഒരാളെ മരണം നടക്കുന്നത്. അപ്പം ആ മരണം എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് എത്ര പെട്ടെന്ന് മരിച്ചു നമ്മൾ പറഞ്ഞാലും ആ മരണം ശരിക്ക് അതിൻ്റെതായ രൂപത്തിൽ ആസ്വദിച്ചിട്ടല്ലാതെ ഒരാൾക്ക് ചെയ്യാനില്ല, മരിക്കാനില്ല. മരണം ശരിക്ക് കൊല്ലുനഫ്സി ദായിഖത്തുൽ മൗത്തിന്റെ അർത്ഥം എല്ലാവരും മരിക്കുന്നല്ല. പിന്നെന്താണ് മരണത്തിന്റെ രുചി? അവർ രണ്ടു തരം രുചിയാണ്. അതാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ഒന്ന് നല്ല നല്ല ടെസ്റ്റ്, നല്ല അതിന്റെ ആസ്വാദനം അനുഭവിച്ചുകൊണ്ടുള്ള മരണം, അതിന്റെ സുഖം. മരിക്കുന്ന സമയത്ത് ശരിക്ക് ആ മരണത്തിന്റെ സുഖം കണ്ട് സന്തോഷിച്ചുകൊണ്ടുള്ള ഒരു നല്ല മരണം. മറ്റേത് വേദന അനുഭവിച്ചുകൊണ്ടുള്ള, മരണത്തിൻ്റെതായ മുഴുവൻ വേദനയും അറിഞ്ഞുകൊണ്ടുള്ള മരണം. ശരിക്കും നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നതിനെ പറ്റിയാണ്. ഒരാള് നമ്മൾ മരിച്ചാല് നമ്മുടെ മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന വേറെ കുറെ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ഒരാൾ മരിച്ചാല് അയാളുടെ ആ മരിച്ചതിന്റെ വേദന വേറെ കുറെ ആൾക്കാർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അങ്ങനല്ലേ? അപ്പൊ നമ്മൾ സാധാരണ മരിച്ച് ഒരാൾ മരിച്ചു, അപ്പൊ അനാഥയ യതീമുകളായ മക്കള്, ചെറിയ കുട്ടികളാണ്, വാപ്പ മരിച്ചു ആക്സിഡന്റിൽ. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ മക്കൾക്ക് ആരാണ്?
അല്ലെ? അങ്ങനെ വരിക. മനുഷ്യൻ ചിന്തിക്കുന്നത് അങ്ങനെ. ഈ മക്കൾക്ക് ഇനി ഈ മരിച്ച മനുഷ്യനെ പറ്റി പലരും ചിന്തിക്കുക. ഈ മരിച്ച മനുഷ്യന്റെ ഖബറിലെ അവസ്ഥ എന്താ, അയാളെ മരണത്തിന്റെ അവസ്ഥ എന്തായിരുന്നു പലപ്പോഴും ചിന്തിക്കുക. ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുക. മരണം വരെ അങ്ങനെയാണ്, അതല്ലേ? അല്ലെ? പലരും അങ്ങനെ ചിന്തിക്കുക. പക്ഷെ അല്ലാഹു തആല അതല്ല നമ്മളോട് പറഞ്ഞത്. നമ്മൾ അങ്ങനെയാണ്. മരിച്ച അല്ലാഹു പറഞ്ഞത് അവനവന്റെ മരണത്തെ കുറിച്ച് ബാക്കിയുള്ളവരെ കാര്യമില്ല. ബാക്കിയുള്ളവരെങ്ങനെയെങ്കിലും അവര് ഭൂമിയിൽ അവരുടെ കാലം വരെ ജീവിച്ചു തീർക്കും. അതിനെപ്പറ്റി ആലോചിക്കാനല്ല പറഞ്ഞത്. മറിച്ച് അവനവന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കാനല്ല പറഞ്ഞത്. പലപ്പോഴും മറ്റുള്ളവരുടെ മരണം നമ്മുടെ ഒരു ദുഃഖമായി, നമ്മുടെ ഒരു സങ്കടമായി, വേദനയായിട്ട് നമ്മളിങ്ങനെ പറയും. അതല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് ചിന്തിക്കേണ്ടത് അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഖുർആനിലെ കുറെ ആയത്തുകൾ നമ്മൾ പറഞ്ഞത്. അതിന് അള്ളാഹുവിന്റെ ഒരു സംവിധാനം വരെ. ഇപ്പൊ സൂറത്ത് നാസിആത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ, ആ ആയത്തിൽ, ആ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ തന്നെ 5 ആയത്തുകൾ മരിപ്പിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളെ പറ്റിയാണ്. മരിപ്പിക്കാൻ നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, മലക്കുൽ മൗത്ത് ഒരു മലക്ക്. ചില ആൾക്കാർ അസ്രായീൽ എന്ന് പറയും. അസ്രായീൽ എന്നുള്ള പേര് ഒടിയില്ല കേട്ടോ. അത് അസ്രായീൽ എന്നുള്ള പേര് എവിടെയില്ല, അത് നമ്മൾ ഉണ്ടാക്കിയത്. മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മൗത്ത്, അത് ലാസ്റ്റാ വരിക. മരിപ്പിക്കാൻ വേണ്ടി ഒരാളുടെ അടുക്കലേക്ക് കുറെ മലക്കള വരിക. ഒരു മലക്കല്ല വരിക, കുറെ മലക്കള. സുമ്മജാ മലക്കുൽ മൗത്ത്, ലാസ്റ്റാണ് മലക്കുൽ മൗത്ത് വരിക. അല്ലെങ്കിൽ മുഖ്യരിക്കും തുമ്മയിലാവർപ്പിക്കും തുറച്ചവും അങ്ങനെ ഉണ്ടാവാം. അപ്പോ ഈ മലക്കുകളെ കുറിച്ച്, മലക്കുകളുടെ വരവ്, മലക്കുകളുടെ മരിപ്പിക്കുന്ന രംഗം, ആ മലക്കളെ തിരിച്ചു പോക്ക്, ഇതൊക്കെയാണ് വന്നാസിയാത്തി ഓർക്കാൻ വന്നാഷിത്താത്തി നഷ്ടം എന്ന് പറഞ്ഞ ആയത്തിൽ, ആ ആയത്തിൽ അള്ളാഹു തആല വിശദീകരിച്ചത്. എന്നാൽ ആ ഒരു സംവിധാനത്തെ പറ്റി വരെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതായിരുന്നു നമ്മൾ മുൻപ് വിശദീകരിച്ച വേറെ ചില ആയത്തുകൾ. അപ്പൊ അത് 2 തരം മരണമുണ്ട്. നല്ല മരണമുണ്ട്, ശുദ്ധ മരണമുണ്ട്. അപ്പം അതിൽ നമ്മുടെ മരണം ഏതായിരിക്കും എന്ന് ആലോചിക്കാനും ചിന്തിക്കാനുമാണ് നമ്മളോട് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെ നമ്മൾ ഓടി 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 വണ്ടി കഴിച്ചിലായാലും മരണം പിന്നാലെ വരും. അതാണ് നമ്മൾ പ്രയോഗിച്ച പദം. എന്ത്? കുൽ ഇന്നൽ മൗത. കുൽ പറയുക ആരോട്? നമ്മളോട്. ഇന്നൽ മൗത, തീർച്ചയായി മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? അതിൽ നിന്നാണ് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതിൽ നിന്നാണ്? മരണത്തിൽ നിന്നാണ്. ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. ശരി, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് 3 പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം ഖുർആൻ പഠിതാക്കളാണ്. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു നല്ല മരണമാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ സാധാരണ നമ്മൾ പറയുന്ന പോലെ എങ്ങനെ, എവിടെ വെച്ച്, ഏത് രൂപത്തിൽ, എങ്ങനെ നമ്മൾ ആരായിട്ട് മരിക്കുകയാണെങ്കിൽ, ചിലപ്പോ ഒരു രാജ്യം ഭരിക്കണ ഒരു ഭരണാധികാരി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കും, ആരാവട്ടെ, എങ്ങനെയാണെങ്കിലും മരണത്തിന്റെ മുന്നിൽ നിസ്സഹായരാണ്. മനസ്സിലായി? അത് നമ്മളെ മാത്രമല്ല, ഒരു ഭരണാധികാരി. എന്തുകൊണ്ടാണ് ഒരു രാജാവ് മരിച്ചാല് ആ മരിച്ച വിവരം പെട്ടെന്ന് പുറത്തു പറയാത്തത്? ഒരു മുഖ്യമന്ത്രി, നമ്മളെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി മരിച്ചാല് ആ മരിച്ച വിവരം എന്തുകൊണ്ടാണ് പെട്ടെന്ന് പുറത്തു വിടാത്തത്? പെട്ടെന്ന് പുറത്തു വിട്ടാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു മരണം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തു വിടാത്തത്, അറിയിക്കാത്തത്. കുറച്ചു സമയം കഴിഞ്ഞിട്ട് മരിച്ച വിവരം പുറത്തേക്ക് വരുള്ളൂ. ഒരു മരണം ഉണ്ടാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളാണ്. എന്താവട്ടെ, ഈ മരിച്ച വ്യക്തി അതാരായിരുന്നാലും ആ മരിച്ച വ്യക്തിക്ക് എന്തുണ്ട്? ഒരു അവസ്ഥ, ഒരു പൊതുവായ അവസ്ഥ ഉണ്ട്. അത് കൊട്ടാരത്തിൽ കിടന്ന് മരിച്ചാലും കുടിലിൽ കിടന്ന് മരിച്ചാലും മരണത്തിന് ഒരേ അവസ്ഥയാണ്. അത് കൊട്ടാരത്തിൽ കിടന്ന് ഈമാൻ കിട്ടി സുന്ദരമായിട്ട് മരിച്ച ആൾക്കാരുണ്ട്, അധികാരം കിട്ടി മരിച്ച ആൾക്കാരുണ്ട്. നമ്മൾ പഠിക്കാൻ പാടിയ പ്രാർത്ഥന അങ്ങനത്തെ ഒരു പ്രാർത്ഥനയാണ്. അധികാരം കിട്ടിയ വ്യക്തി അധികാരം പഠിച്ചവൻ തന്നു, പക്ഷെ എനിക്ക് അധികാരമൊന്നുമല്ല, ഈമാൻ കിട്ടി മരിക്കണം എന്നാണ്. അതാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ ഒരു പ്രാർത്ഥന. പിന്നെ മറ്റൊരു പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയാണ്.
ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ സത്യം മനസ്സിലാക്കുന്നു, സത്യം തിരിച്ചറിയുന്നു, അവർ ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുക, രണ്ടാമത്തെ പ്രാർത്ഥന. അതാണ് ഞാൻ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത അവസ്ഥകളിൽ ജീവിച്ചു മരിച്ചു പോയ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചത്. കുടിയിൽ കിടന്ന് പ്രാർത്ഥിച്ചു മരിക്കാൻ കിടക്കുമ്പോ. അവരിങ്ങനെ ബേജാറായി, ഇമാക്കിട്ട് നല്ല മരണമാണ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹോദരനെ മരിക്കണം. എങ്ങനെ ആ മരണങ്ങൾ കിട്ടിയില്ല. ഒരു കുടില കിടക്കണത്, അദ്ദേഹം മരിക്കണ രംഗാണ്. കുടിൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനന്റെ ഓരോട് ഉണ്ടാക്കിയ കുടില്, അദ്ദേഹം കിടക്കുന്നത് ഈത്തപ്പനന്റെ ഓലയിലാണ്. ആലോചിച്ച് നോക്കണം. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച സഹബിയ. നബി വെറുതെ പറയില്ലല്ലോ, പറയോ വഹിയുടെ അടിസ്ഥാനത്തിലാ പറയുക. അദ്ദേഹം മരിക്കുന്നത് ഈത്തപ്പന ഓലയിൽ കിടന്നിട്ടാണ്. ഈത്തപ്പനന്റെ ഓല മുടഞ്ഞിട്ട് പോലുമില്ല, ഈത്തപ്പനന്റെ ഓലയിലാണ് കിടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന സഹാബികൾ ചോദിച്ചു, എന്താണ് പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ണിന്ന് കണ്ണീര് വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താന്ന് വെച്ചാല്, എനിക്ക് ഞാൻ മരിക്കാൻ പോവാണ്, പക്ഷെ ഈ നിയമത്തിനെ കുറിച്ച് ചോദിക്കൂലേ, ഭൂമിയിൽ അനുഭവിച്ച നിയമത്തിനെ പറ്റി ചോദിക്കൂല, ഞാൻ എന്താ പറയാനാണ്. അപ്പൊ മരിക്കുന്ന സമയത്തിന് ബേജാറാ. സ്വർഗം ഉണ്ട് എന്ന് റസൂലുള്ളാ പറഞ്ഞിട്ട് സന്തോഷവാർത്ത കിട്ടിയ സ്വഹാബിയുടെ അവസ്ഥയാണിത്, അറിയിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഞാൻ ഈ നിയമത്തിന് മറുപടി പറയണം. അപ്പൊ അദ്ദേഹം ഈ വന്നോരാകെ ബേജാറായി. കാരണം അവരിങ്ങനെ എന്താണ് ഇത്രമാത്രം എന്നെ പിന്നെ ബേജാറാക്കുന്ന നിയമത്തിൽ എന്താണ് സാധാരണ ചോദിക്കേണ്ടത്, ടെൻഷനാക്കണ്ട. അപ്പൊ അവര് ഞങ്ങളിവിടെ ഒന്നും കാണില്ലല്ലോ, അവരിങ്ങനെ നോക്കിയപ്പോ ഒന്നും കാണില്ല. എന്നിട്ട് അവര് പറയുന്നുണ്ട്, നീ ഒരു നല്ല വസ്ത്രം ധരിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല, നീ നല്ലൊരു ഭക്ഷണം കഴിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല, നിനക്കൊരു നല്ല ഒരു ഉറങ്ങാൻ ഒരു വീട് പോലുമില്ല, ഈ മരിക്കുമ്പോൾ കിടക്കണം ഈത്തപ്പനന്റെ ഓലയിലായി കിടക്കുന്നത്, പിന്നെ എന്താണ്. അപ്പൊ അദ്ദേഹത്തിനെ ചൂണ്ടിയതാ പറഞ്ഞത്, ഒരു മൂലയിലേക്ക് ചൂണ്ടി. അപ്പൊ രണ്ട് സാധനം അവരെ കണ്ടു. എന്താണത്? ഒന്ന് ഒരു തോൽപാത്രം, അതിന്റെ വക്കൊക്കെ പൊട്ടിയ തോൽപാത്രം, അദ്ദേഹം വെള്ളം കുടിച്ച തോൽപാത്രം. മറ്റൊന്ന് ഒരു പ്ലേറ്റ്, ഈ കറ പിടിച്ച് തുരുമ്പ് പിടിച്ച പ്ലേറ്റ്, അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്ന തുരുമ്പ് പിടിച്ച പ്ലേറ്റ്. ആ പ്ലേറ്റും ഈ വക്ക് പൊട്ടിയ തോൽപാത്രമാണ് ആകെയുള്ള സമ്പാദ്യം, ആ വീട്ടിൽ ആകെയുള്ളതാണ്. അത് ചൂണ്ടിട്ടാ പറഞ്ഞത്, ഈ നിയമത്തിന് ഞാൻ ഈ നിയമത്തിനെ പറ്റി നാളെ ചോദിക്കും, മറുപടി പറയേണ്ടേ. എപ്പോഴും നമ്മള് നിയമത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് ഈമാന്റെ അടയാളം. നിയമത്ത് എപ്പോഴും പറഞ്ഞു, അമ്മാ നിയമത്ത് റബ്ബിക എപ്പോഴും നിയമത്തിൽ പറഞ്ഞു. എത്ര ചെറുതാണ്. അതിനെപ്പത്രപ്പെട്ട ബേജാറാണ് മരിക്കാൻ കിടക്കുമ്പോൾ. വേറെ സഹാബിയായിരുന്നു മരിക്കുമ്പോ എന്താണ് ഇങ്ങനെ ബേജാറെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് രണ്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ള ബേജാറാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ രണ്ട് കാര്യം? ഒന്ന്, അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇനി പിന്നെ നല്ല ചൂടുള്ള കാലത്ത് ദാഹം എന്താന്ന് അറിയില്ലല്ലോ എന്നാണ്. നല്ല ചൂടുള്ള കാലത്ത് ദാഹം എന്താന്ന് അറിയാത്ത അവസ്ഥ ഉണ്ടാവില്ലല്ലോ മരിച്ചാൽ. എന്താ നല്ല ചൂടുള്ള കാലത്ത് ദാഹത്തിന്റെ ആ പ്രയാസം ഇനി അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചാൽ ഇനി നോമ്പ് വെക്കാൻ സുന്നത്ത് നോമ്പ് വെക്കാൻ കഴിയില്ലല്ലോ. രണ്ടാമത്തെ പ്രശ്നം എന്താ? പാതിരാത്രിയുടെ ശക്തമായ തണുപ്പ് അനുഭവിക്കാൻ കഴിയില്ലല്ലോ. എന്താ? നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ബേജാർ. അപ്പോ അങ്ങനെ ജീവിച്ചവർ. അപ്പൊ എങ്ങനെ നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കേണ്ട തീരുമാനിക്കേണ്ട മരണം, ആ മരണം ആഗ്രഹിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട 3 പ്രാർത്ഥനയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അതിൽ നിങ്ങൾ ആദ്യം മരിക്കേണ്ടത് സൂറത്ത് ആലി ഇംറാനിലെ 193. ഇത് നോക്കാൻ മാത്രമുള്ളതല്ല, എല്ലാവരും കാണാതെ പഠിച്ച് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പറയുന്നത്.
ആലി ഇമ്രാൻ മൂന്നാമത്തെ സൂറത്തിലെ അവസാന ഭാഗം. കണ്ടില്ല? എല്ലാവരും കണ്ടോ? ഇവിടെ കുറച്ച് കാര്യം ശ്രദ്ധിക്കാം. ഞാൻ ഇത് പറഞ്ഞ മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഇത് ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന. ഖുർആൻ പഠിക്കുന്ന എന്താ ഞങ്ങൾക്ക് അർത്ഥം പറയണമെങ്കിൽ മനസ്സിലാവും. ഖുർആൻ പഠിക്കുന്ന ആളുകള് ഇമാൻ കിട്ടി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. മൂന്നെണ്ണം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പ്രാർത്ഥന അതാണ്. നമ്മൾ സാധാരണ ഈ ആലുഖുറാന്റെ അവസാന ഭാഗത്തെ ആയത്തുകൾ നബി ഹൽക്ക് സ്വഭാവാത്തി വക്തിരാഫിൽ അവിടുന്ന് അങ്ങനെ പറയും. പക്ഷെ ഈ ആയത്ത് അവിടുന്ന് തന്നെ നോക്കേണ്ടത്. എവിടുന്ന് നോക്കണം എന്നറിയുന്നത് അതിന്റെ മുന്നില് 185 ആയത്ത് മുതൽ വായിക്കണം. പലപ്പോഴും നമ്മൾ അങ്ങനെ വായിക്കലില്ല. 185 ആയത്ത് അതൊന്ന് ആ ആയത്തൊന്ന് വായിച്ചു നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 185 ആയത്ത് എന്താ? ഒരു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കണ്ടാ? ഒരു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ എല്ലാവർക്കും അറിയണം. ബോഡി കൊണ്ട് കേൾക്കണ ആയത്താണ്. അർത്ഥം ആശയത്തെ എല്ലാവർക്കും അറിയാം. അവിടെ മുതൽ അന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ഇത് ജീവിത യാഥാർത്ഥ്യത്തെയും ജീവിതത്തിലെ സത്യത്തെയും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ അങ്ങനെ വെറും ഭൗതികമായിട്ട് മാത്രം ചിന്തിച്ച് ജീവിച്ച് മരിച്ചു പോണ കുറെ ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളാണ് ഒരു വിഭാഗം. അവർ ഈ പ്രപഞ്ചത്തിലെ സത്യത്തിനെ പറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ചിന്തിക്കും, ആലോചിക്കും. എന്നിട്ട് അവർ പറയും. നമ്മൾ മറിച്ച ആയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കും. ആയത്ത് മാത്രം ഒന്ന് വായിച്ചോളി. 193 ആയത്ത് മാത്രം ഒന്ന് വായിക്കാനും അവധികൾ. ചിന്തിക്കുന്ന ഗുരുൽബാബുകളായ ആളുകളെ പ്രാർത്ഥന പറയണം. ഗുരുൽബാബ് എന്ന് പറഞ്ഞാൽ ഗുരുൽബാബ് ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. അവരുടെ പ്രാർത്ഥന അങ്ങനെ പറഞ്ഞു വരണം. അപ്പം അവര് പറയുന്ന വാക്ക് കേട്ടോ. റബ്ബന അവർ പറയും, ഞങ്ങളുടെ നാഥ, ഇന്നനാ സമയന, തീർച്ചയായും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, എന്താ കേട്ടത്? നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, ദുനിയാവിൽ പലതും കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? സമയന മുനാദിയൻ, വിളിക്കുന്ന ഒരാളെ, വിളിക്കുന്നവനെ കേട്ടു. യുനാദി, അവൻ വിളിക്കുന്നത് ലിൽ ഈമാൻ, എവിടേക്കാ? ഈമാനിലേക്ക് വിളിക്കുന്ന ഒരു വിളിക്കുന്നവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഈമാനോട് നാം കിട്ടുക. അപ്പൊ ഈമാനിലേക്ക് വിളിക്കാന്ന് ഇതാ തുര്യത്ത് അല്ലെങ്കിൽ മായാത്തുഹു സാദത്തുഹും ഈമാനും. അപ്പൊ ഈമാനിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാളിന്റെ വിളി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വിളിച്ചത് റസൂല് ഖുർആനിലേക്കാ വിളിച്ചത്. റസൂൽ ഖുർആനിലേക്കാ വിളിച്ചത്. അപ്പൊ അത് കേൾക്കണമെങ്കിൽ ആരായിരിക്കുന്നത്? അത് ഖുർആൻ കേൾക്കുന്ന ആൾക്കാർ, ഖുർആൻ പഠിക്കുന്ന ആളുകൾ. അവർക്കിത് പറയാൻ യോഗ്യത ഉള്ളൂ. അവർക്കിത് പറയാൻ യോഗ്യത ഉള്ളൂ. ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു. ഖുർആൻ ക്ലാസ്സുള്ള ഒരു ക്ലാസ് മുടക്കാറില്ല, അത് കേൾക്കാറുണ്ട്, ചെവി കൊടുത്ത് കേൾക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ശരി, എങ്കിൽ ഇനി എനിക്കെന്താ വേണ്ടത്? ഞാൻ അതുകൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് എന്താണ്? നോക്കി, എന്താണ് വിളിക്കുന്നവർ? ആമീനൂ ബിറബ്ബിക്കും, അതാണ് റബ്ബിൽ വിശ്വസിക്കാനാണ്. ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഖുർആനിലൂടെ അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്, റബ്ബിലേക്ക് വിളിക്കുകയാണ്.
ആ റബ്ബിന്റെ വിളി ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ആ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. സംശയമൊന്നുമില്ല. സംശയം ഉണ്ടാവുകയാണെങ്കിൽ കാണാനൊന്നുമല്ല, ഇത് ഉറപ്പാണ്. വിശ്വസിച്ചിട്ടുണ്ട്, ശരിക്കും ഞങ്ങൾ വിശ്വസിച്ചിട്ടാമല്ല. അതുകൊണ്ട് ബാക്കി റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. രണ്ട് കാര്യം ആവശ്യമുണ്ട്. രണ്ട് കാര്യം, മൂന്ന് കാര്യം ആവശ്യമുണ്ട്. രണ്ട് കാര്യം ഉണ്ടെങ്കിലേ മൂന്നാമത്തെ കാര്യം കിട്ടുള്ളൂ. രണ്ട് കാര്യമാണ്. ഒന്ന് ഫഗ്ഫിർ ലനാ ദുനൂബനാ. തെറ്റുകളൊക്കെ ഉണ്ട്, കുറ്റങ്ങളുണ്ട് ജീവിതത്തിൽ, മനുഷ്യനാണ്, സംഭവിക്കും, പുറത്തുള്ള പഠിച്ചു. പിന്നെ കുറെ സയ്യിഹാത്തുകളുണ്ട്, അത് മായ്ക്കണം. ആ സയ്യിഹാത്തുകളൊക്കെ എന്താണ്? രേഖയാണ്. ഞങ്ങളുടെ സയ്യിഹാത്തുകളൊക്കെ ഞങ്ങൾക്ക് മായ്ക്ക. എവിടുന്ന മായ്ക്കേണ്ടി? ബോർഡുമേൽ എഴുതിയതാണ് മായ്ക്ക. തിന്മകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ആ തിന്മകൾ നമ്മളെ ഗ്രന്ഥത്തിൽ നിന്ന് ഏടുകളിൽ നിന്ന് മായ്ക്കണം മനസ്സിലായി. ബാക്കി മൂന്നാമത്തെ കാര്യം ഞങ്ങളെ മരിപ്പിക്കണം. ഞങ്ങൾക്കൊരു വഫാത്ത് കൊണ്ട പഠിച്ചനെ ഞങ്ങളെ മരിപ്പിക്കണം പഠിച്ചനെ. പുണ്യവാളന്മാരുടെ കൂട്ടത്തിലായി മരിപ്പിക്കണം. ഇന്നല്ല അബറാർ ആരാന്ന് ഖുർആൻ വേറെ പറയുന്നുണ്ടാണ്, നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് സമയം വിശദീകരിക്കാൻ. പുണ്യവാളന്മാരായ ആളുകളുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കണം പഠിച്ചോനെ എന്ന് പറഞ്ഞാല് തിന്മകളൊക്കെ മായിച്ച് തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട് നല്ലൊരു മരണം ഞങ്ങൾക്ക് നീ തരണമേ. ഇത് തുണയാണ്. ഇത് റബ്ബനാന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പ്രാർത്ഥന ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ ഉറക്കിലാണെങ്കിലും റോട്ടുമേൽ അപകടത്തിൽപ്പെട്ടാണെങ്കിലും ആകാശത്ത് വിമാനത്തിൽ വെച്ചാണെങ്കിലും കടലിൽ കപ്പലിൽ വെച്ചിട്ടാണെങ്കിലും എവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് അവരോട് ചോദിക്കാം. ഇത് ആർക്കേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് എല്ലാവർക്കുള്ള പ്രാർത്ഥന അല്ല. സമയന മുനാദിയൻ. ഇത് കേൾക്കാത്തോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇത് കാപട്യല്ലേ? അല്ലെ, ഇത് കേൾക്കാത്തോ പ്രാർത്ഥിക്കണേ കാപട്യാണ്. അത് പടച്ചോനെ ഈമാനിലേക്കുള്ള വിളിക്കുന്നവന്റെ വിളി ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ കേൾക്കാൻ പോകുന്നവരാണ്, പഠിക്കാൻ പോകുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. ആ ദിവസം എന്താണെന്ന് ചോദിച്ച് അറിഞ്ഞ് അവിടെ പോയി ഇരിക്കുന്നവരാണ് പഠിച്ചവരെ. അതുകൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുത്തുകൊണ്ട് പഠിച്ചവനെ, തെറ്റുകൾ വായിച്ചുകൊണ്ട് പഠിച്ചവനെ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല മരണം കിട്ടുള്ളൂ. അത് വഫനാവാൻ ഇതായത് നോക്കിയെന്ന് ചോദി. ഈ ആയത്ത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ശരി, ഒന്ന് ഓതി വെച്ചിങ്ങൾ ആയത്തൊന്നുകൊണ്ട് പോകണ്ട. ഏഴാം അധ്യായത്തിലെ 121 മുതൽ 126 വരെയുള്ള കണ്ടോ? ആയത്ത് കണ്ടോ? അറബ് മറിച്ചില്ല. ഏഴാമത്തെ ഇനി ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഏത് സന്ദർഭത്തിൽ എങ്ങനെ എവിടെ വെച്ച് ഏത് നമ്മൾ ആരായിരിക്കാൻ മരിക്കുകയാണെങ്കിലും ഈമാൻ കിട്ടി മരിക്കണം, അല്ലെ? അപ്പൊ അതിനിപ്പോ നമ്മൾ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിച്ച ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പങ്കെടുക്കണം. ഇനി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ജീവിതത്തിൽ പ്രതികൂലമായ പല സാഹചര്യങ്ങളുണ്ടാവും, പല പ്രതിസന്ധികളുണ്ടാവും. ഓരോരുത്തർക്കും ഓരോന്നാണ്. എല്ലാം പല സമയം പല ടൈപ്പ് സാഹചര്യങ്ങളുണ്ടാവും, പല കാരണങ്ങൾ. ചില നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന നാട് ഈമാൻ കിട്ടി മരിക്കാന് പറ്റിയ നാടാവണമെന്നില്ല. നമ്മളെ കുടുംബവും വീടും സാഹചര്യങ്ങളും മക്കളും ഒന്നും ചിലപ്പോൾ അതിന് പറ്റിക്കൊണ്ടാണ്. ഇപ്പൊ നിസ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മക്കളാണ് വരികയെ ചൊല്ലി നമ്മൾ കഞ്ചിയാൽ പ്രത്യേക സ്കെഡിൽ കാര്യമില്ല. നമ്മൾ കിടന്നു പോയാൽ നമ്മൾ നിസ്കരിപ്പിക്കാൻ ഓർമ്മപ്പെടുത്താൻ ചിലപ്പോൾ ഒരിക്കലും പറ്റുള്ളൂ. ബോധജാത ബോധജാത നിസ്കരിക്കേണ്ട ചോദ്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ബോധമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്ന് ഒന്നുണ്ടാക്കി തരാനും നിസ്കരിച്ചോളിന്ന് പറയാനും
ഒന്ന് ഖുർആൻ ഓതി നമ്മളെ കേൾപ്പിക്കാനൊന്നുള്ള സാഹചര്യം മക്കളൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല, വീട്ടിലുണ്ടാവണമെന്നില്ല, നാട്ടിലുണ്ടാവണമെന്നില്ല, സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ വായിക്കാൻ പോകുന്നത്. ഫിർഔന്റെ കൊട്ടാരത്തിൽ മുസ്ലിമീങ്ങളാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസാ നബി അള്ളാഹിന്റെ നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് അവർ പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഫിറൗൻ എന്ന ഏറ്റവും പ്രതികൂലമായ സാഹചര്യം എന്താ ഫിറൗൻ പറഞ്ഞത്? ഞാന് കയ്യും കാലും വെട്ടും, എതിർദിശയിൽ വെട്ടും, വലത്തെ കയ്യും വെട്ടും, ഇടത്തെ കാലും വെട്ടും, പിന്നെ വലത്തെ കാലും ഇടത്തെ കയ്യും ഉണ്ടാകും, അത് ക്രൂശിക്കും, ആണി വെച്ച് അടിച്ച് കുരിശിൽ കയറ്റി പോകും. ഫിറൗന പറഞ്ഞു, പേടിപ്പിക്കല്ല, ഫിറൗനെ ചെയ്തിട്ട് പറഞ്ഞാണ്. അപ്പോ പ്രതികൂലമായ സാഹചര്യത്തിലും അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? ഒരു സ്വബറിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം പലപ്പോഴും സ്വബറുണ്ടാവും. നല്ല ഈമാനുള്ള ആളാ, പക്ഷെ രോഗം വന്നു, സഹിക്കാൻ കഴിയാത്ത വേദന വന്നു, പക്ഷെ ക്ഷമിക്കാൻ കഴിയുന്നില്ല, ക്ഷമ കിട്ടണില്ല. എന്ത് ചെയ്തു? പോയിട്ട് ആത്മഹത്യ ചെയ്തു. ചിന്തയായിരിക്കണ്ട. സ്വഹാബി സുലതാന്റെ കാലത്തിൽ സ്വഹാബി ആത്മഹത്യ ചെയ്തു. അതാണ് റസൂൽ പറഞ്ഞു, അയാൾ നരകത്തിലാന്ന് പറഞ്ഞു. നരകത്തിലാന്ന് ഒരു സ്വഹാബിനെ പറ്റി റസൂൽ പറഞ്ഞു, നരകത്തിലാന്ന് പറഞ്ഞു. യുദ്ധം നടത്തുക. സ്വഹാബികൾക്കാകെ ബേജാറായി. രണ്ട് കാര്യം. ഒന്ന് പറഞ്ഞത് റസൂലാണ്, തെറ്റൂല. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ആരെ പറ്റിയാണ്? ഒരു സാത്വികനായ ഒരു സ്വഹാബിനെ പറ്റിയാണ്. പറഞ്ഞു തെറ്റില്ല. യുദ്ധം കഴിഞ്ഞ് പോയി പോയപ്പോ കണ്ടു. യുദ്ധം കഴിഞ്ഞ് പരിശോധിച്ചപ്പോ, പരിശോധന നടക്കുന്ന സമയത്ത് സ്വഹാബികളെ കണ്ടാൽ അറിയാം, ഇദ്ദേഹത്തിന് യുദ്ധത്തിൽ വെട്ടേറ്റിട്ട് കയ്യും കാലൊക്കെ മുറിഞ്ഞു തൂങ്ങിക്കണം, പക്ഷെ മരണം വരുന്നില്ല, മരിക്കണില്ല. അവസാനം അദ്ദേഹം സ്വന്തം ആയുധം കൊണ്ട് മുറി വലുതാക്കിയിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോ നമുക്കൊക്കെ എത്ര വേദന സഹിക്കാൻ പറ്റും? ഈമാൻ കിട്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റ. ഈ നോക്കുന്ന ആയത്തുകളിൽ ഞാൻ ഈ പറയുന്ന സംഭവമാണ്. അതിലെ 126-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്തെ പ്രാർത്ഥന പഠിക്കും. അവസാന ഭാഗം റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റ വതവഫനാ മുസ്ലിമീൻ. അല്ലേ? ചെറിയ പ്രാർത്ഥന പഠിച്ചൂടെ? എല്ലാവർക്കും പഠിച്ചൂടെ? കാണാൻ പഠിച്ചൂടെ? എന്താണ് റബ്ബനാ അഫ്രിഗ? കുറച്ച ക്ഷമയല്ല. എന്താ അഫ്രിഗ? ക്ഷമ പണ്ടാന്നല്ല, ക്ഷമ വാരിക്കോരിക്കൊണ്ട് പഠിച്ചോനെയാണ്. ഞങ്ങൾക്ക് മേൽ ക്ഷമ ചൊരിയണം. റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റ വതവഫനാ മുസ്ലിമീൻ. മുസ്ലിമായിട്ട് മരിപ്പിക്കണം പഠിച്ചു. മുസ്ലിമായി ജീവിച്ചിട്ട് കാഫറായിട്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന പഠിച്ചു. നല്ല ക്ഷമമാണ്. ഇതൊരു പ്രത്യേക ഒരു പ്രതികൂല സാഹചര്യത്തിലെ പ്രാർത്ഥനയാണ്. അപ്പോ ആ ആയത്തൊന്ന് ഓതി നോക്കി. 21 മുതൽ ഓതി നോക്കി. بآيات ربنا لما جاء
വല്ലാത്തൊരു ഈമാനികമായ ധൈര്യം നമുക്കൊക്കെ ആവശ്യമുണ്ട്. എന്താ പറയുക, ഈ രംഗം ഏതാന്ന് പറയുന്നത്, ഞാൻ ഈ ഫിറോന്റെ കൊട്ടാരത്തിൽ ഇവര് ഇങ്ങനൊക്കെ ഫിറോനെ ക്രൂശിക്കുന്നു പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്ന് നമുക്ക് പിന്നെ വീട്ടിലേക്ക് നാട്ടിൽ ഇവിടെ പണിക്ക് വന്ന ഒരാള് അല്ലെങ്കിൽ ഒരു പ്രവാസിയായ ഒരാൾ നാട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ് അല്ലേ? കാരണം എന്താ? അയാൾക്ക് സന്തോഷിക്കാൻ കാരണം എന്താ? അയാളെ കുടുംബത്തിലേക്കാണ് പോകണം അല്ലേ? അയാളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്കാണ് പോകുന്നത്. ഒരാൾ മരിച്ചാൽ നമ്മൾ പറഞ്ഞ വാക്കെന്താ? ഞാനില്ലാതെ അല്ലെ മടക്കണം. അപ്പം നമ്മൾ ആ മടങ്ങി പോകുന്നത് പിന്നെ ഇവര് പറഞ്ഞ വാക്ക് നോക്കിക്കുന്നത്, ഞങ്ങൾ ഇവര് കൊല്ലുന്ന് പറഞ്ഞപ്പോ ക്രൂശിക്കുന്ന പറയാൻ അവർ പറയണേ ഞങ്ങൾക്ക് എന്തിനാ പേടി, ഞങ്ങൾ റബ്ബിന്റെ അടുക്കലേക്കല്ലേ പോണത്. ആ സന്തോഷം നമുക്കൊക്കെ ഉണ്ടാന്ന് അയച്ചു. ഈ ആയത്തോട്ടിക്കുന്ന ആയത്തിലെ പിന്നെ ആ സ്ഥലം വെച്ചിട്ടുണ്ട്. അതിലെ ദൗത്യത്തി തന്നെ ഐതിയക്കും വാർത്തയിലേക്കും ഹിലാഫിന്റെ കജുമായി 124 കയ്യും കാലും എതിർദിശയിലും മുറിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ ക്രൂശിക്കുന്നു പറഞ്ഞ അവർ പറഞ്ഞ വാക്കെന്താണ്? എന്താ പറഞ്ഞത്? കാലു ഇല റബ്ബിന, ഞങ്ങൾ റബ്ബിന്റെ അടുക്കിലേക്കല്ലേ മടങ്ങി പോണത്. അത്രയും അങ്ങനെയാണ് നമ്മൾ അത്രയും പഠിച്ചവർക്ക് നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന അള്ളാഹിന്റെ അടുക്കിലേക്കല്ലേ പോണത്. നമുക്കൊക്കെ അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാവും. എത്ര ധൈര്യം ഉണ്ടാവും നമുക്ക് പറയാം. എന്തുറപ്പാണ് ഇത് പറയാനുള്ള ഈമാനാണ്. കാരണം ഈ കൈകാലം എതിർദിശയിൽ വെട്ടിമുറിച്ച് ക്രൂശിച്ചാലും ഞങ്ങൾക്കൊന്നും വരാനില്ല. കാരണം ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ എങ്ങോട്ടാ പോണത്? ഞങ്ങൾ റബ്ബിന്റെ അടുക്കിലേക്കല്ലേ. എന്നിട്ട് ഒരു പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഞങ്ങൾ റബ്ബിന്റെ ആയാത്തുകളിൽ വിശ്വസിച്ചു എന്ന തെറ്റല്ലാത്ത എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? അതല്ലാത്തൊരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. മുസാനബിന്റെ റബ്ബിൽ ഞങ്ങളുടെയും മുസാനബിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് തെറ്റല്ലാതെ എന്താ ചെയ്തത്? അതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. ഈ മരണം എങ്ങനെയാണ്? ഇത് സാധാ മരണമല്ലല്ലോ. ആണോ? ഇത് വെട്ടിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തൽ, കൈകാല എതിർച്ചയിൽ വെട്ടിയിട്ട് ക്രൂശിച്ചിട്ട് രക്തമൊലിച്ച് വേദന മുഴുവനും അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള മരണമാണ്. അങ്ങനെ മരിച്ചാലും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. കാരണം ഞങ്ങൾ എടുക്കാൻ പോണത് ഞങ്ങൾ റബ്ബിന്റെ അടുക്കിലേക്കാണ്. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മളൊക്കെ ഈമാനിൽ ഉണ്ടോന്നാ പരിശോധിക്കേണ്ടത്. അപ്പൊ ആ പ്രതികൂലമായ സാഹചര്യത്തിൽ അവർ പ്രാർത്ഥിച്ച റബ്ബന ആഫ്രിക അലീന. കാരണം എന്താ? ഒരു പക്ഷേ ഈ കൈകാലം ഓരോരുത്തരും പിടിച്ചിങ്ങനെ ക്രൂശിക്കുമ്പോൾ മറ്റോന്റെ കൈകാലം വെട്ടിയിട്ട് ആട് നടക്കുന്നത് കാണുമ്പോ ചിലപ്പോ ഈമാൻ പൊയ്പോകും. ചിലപ്പോ ആ പെടുന്നത് കാണുമ്പോ ക്രൂശിച്ചിട്ട് കൈകാലം വെട്ടണത് നിന്റെ മുന്നിൽ വെച്ച് മറ്റോൻ്റെത് വെട്ടുമ്പോ ആ വെട്ടുന്ന കാഴ്ച കാണുമ്പോ ചിലപ്പോ ക്ഷമ കിട്ടൂല. ഞാൻ ചിലപ്പോ എന്തായിപ്പോ ഈ ഈമാൻ വലിച്ചെറിയാൻ സാധ്യതയുണ്ട്. ഫിറഔന്റെ റബ്ബായിട്ട് അംഗീകരിക്കാന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇത് ക്രൂശിക്കുമ്പോ രക്തഭാഗം ഒലിച്ച് അവൻ കിടന്ന് പെടുന്നത് കാണുമ്പോ ചിലപ്പോ എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷമ കൊണ്ട പഠിച്ചോട്ടെ. റബ്ബന ആഫ്രിക അലൈന സബ്റൻ. അപ്പൊ ആ ക്ഷമയാണ് നമുക്ക് ഈമാൻ കിട്ടി മരിക്കാൻ. മുസ്ലിമായിട്ട് ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യം ഒന്നും കൂടി അതുകൂടി വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പക്ഷെ നമ്മൾ കൊട്ടാരത്തിലായിരിക്കും മരിക്കുന്നത്. കൊട്ടാരത്തിലൊരു രാജാവായിട്ട് മരിക്കുക. അങ്ങനെ മരിക്കേണ്ടി വന്നാലും കുടിലിൽ മരിച്ച ആൾക്കാരെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ മരിക്കേണ്ടി വന്നാലും എങ്ങനെ മരിക്കേണ്ടി വന്നാലും ഈമാൻ കിട്ടി മരിക്കാം. യൂസുഫ് നബി ഭരണാധികാരിയായി. യൂസുഫ് നബിക്ക് വലിയ സ്ഥാനം കിട്ടി. അള്ളാഹു മുഴുക്ക് കൊടുത്തു, അധികാരം കൊടുത്തു. എന്നിട്ട് യൂസുഫ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അതാണ് ഒന്നാമത്. വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. 12-ാമത്തെ സൂറത്ത് പഠിക്കും. 12-ാമത്തെ സൂറത്ത് യൂസുഫ്. 12-ാമത്തെ സൂറത്തിലെ 101-ാമത്തെ സൂറത്ത് യൂസുഫിലെ 102-ാമത്തെ 101-ാമത്തെ കണ്ടില്ല? ആ ഒരു
رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. യൂസഫിന് കൊട്ടാരത്തിൽ അള്ളാഹു അധികാരം കൊടുത്തു. യൂസഫിനെ വേണ്ടി പറയാം എന്താണ്? റബ്ബി, എന്റെ റബ്ബേ, അത് ആത്തൈത്തനി മിനൽ മുൽക്കി, എനിക്ക് നീ മുൽക്ക് തന്നു. എന്താ മുൽക്ക്? അധികാരം. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, ഒരാൾക്ക് കൊടുക്കാത്ത സ്വപ്നവ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു തന്നു. തഅ്വീൽ അഹാദീസ്, ഒരാൾക്ക് കൊടുക്കാത്ത സംഗതി എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടാവ് നീയാണ്. അൻത വലിയ ഫി ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എന്റെ വലിയ നീയാണ്, എന്റെ രക്ഷാധികാരി, എന്റെ സഹായി നീയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രം ആവശ്യപ്പെടാനുള്ളൂ. എന്താണ്? തവഫനി മുസ്ലിമൻ, മുസ്ലിമായിട്ട് മരിക്കണം. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അപ്പൊ ഏത് അധികാരം കിട്ടിയാലും ഏത് സ്ഥാനം കിട്ടിയാലും ആഗ്രഹിക്കേണ്ടത് എന്താണ്? മുസ്ലിമായിട്ട് മരണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഈമാൻ കിട്ടിയുള്ള മരണമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിതാക്കളായി നമുക്ക് സന്തോഷിക്കാം. നമുക്കും ഒരു സ്പെഷ്യൽ പ്രാർത്ഥന ഈമാൻ കിട്ടി മരിക്കാൻ, മുസ്ലിമായിട്ട് ഈമാനോടുകൂടി മരിക്കാൻ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അള്ള തന്ന അനുഗ്രഹമാണെന്ത്? അള്ളാഹ് കുറെ നിയമത്ത് തന്നിട്ടില്ലേ? കുറെ നിയമത്ത് പഠിച്ചു തന്നിട്ടില്ലേ? ഇല്ലേ? ആരോഗ്യ നിയമത്തല്ലേ, മക്കൾ നിയമത്തല്ല, സമ്പത്ത് നിയമത്തല്ലേ? ഏറ്റവും വലിയ നിയമത്തെന്താ? ഖുർആൻ പഠിതാവായിരുന്നതാണ് ഏറ്റവും വലിയ നിയമത്തെന്താ? പടച്ചോൻ ഖുർആൻ പഠിതാക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ നിയമത്തെന്താ? ഖുർആന്റെ പഠിതാവായിരുന്നതാണ്. അതാണ് ഏറ്റവും വലിയ നിയമത്ത്. അത് മക്കളും സമ്പത്തും സ്വത്തൊന്നല്ല. അപ്പൊ ആ നിയമത്ത് പറയണം. അമ്മാബി നിയമത്ത് റബ്ബിക, അത് പറയണം. അതാണ് പറഞ്ഞത്. ഇന്നാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമനൂ റബ്ബനാ വഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ. ഈ മൂന്ന് പ്രാർത്ഥന പഠിച്ചു കൊടുക്കുക. ഒന്ന് ഒഴിവുള്ള സമയത്തെ കൊണ്ട് ഒഴുകിയാണ്. ഇത് ഇവിടെ ഏത് ഏത് റബ്ബന ആഫ്രിക്ക സ്വബറൻ, അത് റബ്ബനാന്നല്ല തുടങ്ങുന്നത്. റബ്ബന ആഫ്രിക്ക സ്വബറൻ. മറ്റത് യൂസഫ് നബിൻ്റെതാണ്. യൂസഫ് നബി പ്രാർത്ഥന അവസാന ഭാഗത്ത്. നമുക്ക് ആ റബ്ബി ആദ്യത്തിന് മിനൽ വിളിക്കുന്ന ആവശ്യമില്ല. മറിച്ച് എവിടുന്നാണ്? റബ്ബി ഫാത്തിറ സമാവാതി വൽ അർദ്, ഫാത്തിറ സമാവാതി, അത് ഖാലിഖാണ്. ഫാത്തിറ സമാവാതി വൽ അർദ് ആലിം അൻത വലിയ ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മറ്റിലേക്ക് ചേർത്ത് പറഞ്ഞു. മറ്റിലേക്ക് ചേർത്തിട്ട് മൂന്ന് ഒരുമിച്ച് പറഞ്ഞു. അപ്പൊ റബ്ബി അവിടെ ആദ്യം റബ്ബ് പറഞ്ഞല്ലോ തവഫനി മുസ്ലിമൻ. ഇനിയിപ്പോ ഇതൊന്നും പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്ന് തെറ്റിപ്പറ്റി അള്ളാഹു വിട്ടുപറഞ്ഞു മാറാതെ മരണപ്പെട്ടു വരുന്ന അള്ളാഹു മർഹമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യണം. നമ്മുടെ ആരോഗ്യത്തിനും സമ്പത്തിനും ആഫിയത്തും ആരോഗ്യ നിഅമത്തും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും എല്ലാം തന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായ അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പരസ്പരം എല്ലാവരും ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ശിഫായിനെ പ്രദാനം ചെയ്യണം, ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യണം. പരീക്ഷണങ്ങളെ കെടുതികളിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ നിഅമത്ത് സ്ഥിരമായി നിലനിൽക്കുന്ന നിഅമത്തായി അള്ളാഹു നമുക്ക് നിയമത്തെ മാറ്റി തരുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.